രാമേന്ദ്രൻ, ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ BJPയുടെ കൈപ്പിടിയിൽ. അതൊരു പുതിയ ചരിത്ര നിർമ്മിതിയാണ് എന്ന് മാത്രമല്ല, എങ്ങനെയാണ് BJP ഇന്ത്യയുടെ ഒരു സർവാധികാരിയായി മാറുന്നത് എന്നതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടി അതിൻ്റെ പിന്നിലുണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഒരു സാധ്യതകൾ? അതായത് നമ്മളിതിൽ ആദ്യം ഓർക്കേണ്ടത്, മുംബൈ ആദ്യമായിട്ട് BJPയുടെ കയ്യിൽ വരുമ്പോൾ, കാരണം മേയർ സ്ഥാനം BJPക്ക് തന്നെയാണോ എന്നുള്ളത് ഇനിയും നോക്കണം. അത് ഷിൻഡെ സേന അതിന് അവകാശവാദം ഉന്നയിക്കുകയൊക്കെ ചെയ്യാം, BJPക്ക് അവകാശപ്പെട്ടതാണെങ്കിലും. അപ്പോൾ ഇതിലൊരു ചതി നേരത്തെ ശിവസേന നടത്തിയിരുന്നു 2019 നിയമസഭ. കാരണം നിയമസഭയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംയുക്ത ശിവസേനയും BJPയും സഖ്യകക്ഷികളായിട്ടാണ് മത്സരിച്ചത് 2019. അപ്പോൾ BJPക്ക് 105 സീറ്റ്, ഉദ്ധവ് താക്കറേക്ക് 56 സീറ്റ്, ഇങ്ങനെയാണ് കിട്ടിയത്. എന്നിട്ട് ഉദ്ധവ് താക്കറെ, ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകണമല്ലോ, ഉദ്ധവ് താക്കറെ പോയിട്ട് 54 സീറ്റുള്ള കോൺഗ്രസിനെയും കൂട്ടി മുഖ്യമന്ത്രിയായി. എന്ന് പറഞ്ഞാൽ ഫഡ്നാവിസിന് അർഹതപ്പെട്ട സ്ഥാനം നിഷേധിച്ചു, ചതിച്ചു, BJPയെ വഞ്ചിച്ചു ഉദ്ധവ് താക്കറെ. അപ്പോൾ ഫഡ്നാവിസ് പറഞ്ഞ പ്രശസ്തമായൊരു വാചകമുണ്ട്, മുമ്പ് ഞാൻ അത് ഇവിടെ ഒരു ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഫഡ്നാവിസ് ഇതാണ് പറഞ്ഞത്: വേലിയിറക്കം വന്നപ്പോൾ ജലമിറങ്ങി എന്ന് കരുതി എൻ്റെ തീരത്ത് വീട് വയ്ക്കാൻ വരരുത്, ഞാൻ സമുദ്രമാണ്, തിരിച്ചു വന്നിരിക്കും. അന്ന് പറഞ്ഞത് അച്ചട്ടായി മാറ്റി തിരിച്ചു വന്നു, കടലായി മാറി ഫഡ്നാവിസ്. എന്നിട്ട് അലയടിച്ചു മുംബൈയിൽ, മഹാരാഷ്ട്ര മൊത്തം അലയടിച്ചു എന്ന് പറയാം. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും ഈ ചതി എന്ന് പറയുന്നത് അത് നിലനിൽക്കും, ജനങ്ങളുടെ മനസ്സിലുമൊക്കെ അത് നിൽക്കും. അപ്പോൾ മര്യാദയ്ക്ക് ന്യായമായി ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർട്ടിയാണല്ലോ അന്ന് താക്കറെ വഞ്ചിച്ചു പോയത്. എന്നിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ താക്കറേമാർ ഒന്നിച്ചുകൂടി, സഹോദരന്മാരൊക്കെ പിരിഞ്ഞു നിന്നവരൊക്കെ ഒന്നിച്ചുകൂടി, പവാർ, അജിത് പവാറും ശരത് പവാറും ഒക്കെ ഒന്നിച്ചു കൂടി, എല്ലാ സംഘങ്ങളും ഒരുമിച്ച് കൂടി. പക്ഷെ എല്ലാവരും പുറത്തായി. ആ ഒന്നിച്ചു കൂടിയവരൊക്കെ പുറത്തായി. BJPയും ഷിൻഡെ സേനയും തമ്മിൽ വിജയിച്ചു വന്നു. അതിൻ്റെ ആ ഭാഗത്തൊരു ന്യായമുള്ളത് കൊണ്ടാണ്. ഈ കുരുക്ഷേത്രത്തിൽ അങ്ങനെ ഉണ്ടല്ലോ, ചില യുദ്ധത്തിൻ്റെതായ ന്യായങ്ങൾ കിടപ്പുണ്ടല്ലോ. അപ്പോൾ 28 കൊല്ലത്തിന് ശേഷം, എന്ന് പറഞ്ഞാൽ BJP ആദ്യമായിട്ടാണ് അധികാരത്തിൽ മുംബൈയിൽ വരുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, 72,000 കോടി രൂപ ആണ് അതിൻ്റെ ബജറ്റ്. അപ്പോൾ 28 കൊല്ലത്തെ ശിവസേന ഭരണം മുംബൈയിൽ അവസാനിക്കുകയാണ്. അത് പുതിയ ചരിത്രമാണ്. കാരണം വ്യവസായ തലസ്ഥാനമാണത് ഇന്ത്യയുടെ. അപ്പോൾ അത് മൊത്തം ഈ പറഞ്ഞ പോലെ BJPയുടെ കൈപ്പിടിയിൽ വരുന്നു. കഴിഞ്ഞ കൊല്ലം ഫഡ്നാവിസ് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ ജനം ചതിക്ക് മറുപടി കൊടുത്തതാണ്. ഈ ഫഡ്നാവിസിന്റെ സ്ഥലം നാഗ്പൂരാണ്, RSSന്റെ ആസ്ഥാനവും. നാഗ്പൂരും BJP തന്നെ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ BJP ഷിൻഡെ സേന അലയൻസ് ആകെ 29 കോർപ്പറേഷനുകളിലേക്കാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 25 എണ്ണത്തിൽ ഈ സഖ്യമാണ് മുന്നിട്ട് വന്നിരിക്കുന്നത്. 19 കോർപ്പറേഷനുകളിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയി മാറിയിട്ടുമുണ്ട്. അതാണ് പുതിയ ചരിത്രം എന്ന് പറയുന്നത്. NCP അതിൻ്റെ കേന്ദ്രമാണല്ലോ പുനെ, പിന്നെ പിംപ്രി ചിഞ്ച്വാഡ്, ഇത് രണ്ടും NCPയുടെ കോട്ടകളാണ്. ആ കോട്ടകൾ മുഴുവൻ തകർത്ത് കളഞ്ഞു, അവരുടെ തന്നെ സ്ഥലത്ത് പണി കൊടുത്തു അവർക്ക്. അപ്പോൾ BJPക്ക് 20 സ്ഥലത്ത് മേയർ ഉറപ്പായി. പുനെ, പിംപ്രി ചിഞ്ച്വാഡ്, ഈ പവാർമാരുടെ കോട്ട ഉൾപ്പെടെ, ആ സ്ഥലങ്ങൾ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഒക്കെ പോവുകയാണ്. പവാറിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ സ്വന്തം സഖ്യകക്ഷി ആണ് അവിടെ NCP ആണല്ലോ, അജിത് പവാർ BJPയുടെ.
അതിൻ്റെ മുകളിലും, കാരണം അവർ മാറി നിന്നാണല്ലോ ഈ കോർപ്പറേഷൻ ഫൈറ്റ് ചെയ്തത്. അപ്പോൾ സ്വന്തം സഖ്യകക്ഷിയായ NCPയുടെ മുകളിലും വിജയം നേടി. 29 കോർപ്പറേഷനുകളിൽ 23-ല് BJPക്ക് ഭൂരിപക്ഷം ഉണ്ട്. മോദി പറഞ്ഞു, വലിയ അഭിമാനമാണ്, അഭിലാഷങ്ങളുടെ നഗരത്തിൽ ഈ വിജയം വലിയ അഭിമാനമാണ് എന്ന് മോദി പറഞ്ഞിട്ടുണ്ട്. വലിയൊരു താരമായിട്ട് ഫട്നാവിസ് ഉദിച്ചുയർന്നിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ദേശീയ പ്രസിഡന്റായിട്ട് ഫട്നാവിസിനെയൊക്കെ ആലോചിച്ചിരുന്നതാണ്. പക്ഷെ മുംബൈയിൽ നിന്ന് തൽക്കാലം ഇളക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഫട്നാവിസ് നിൽക്കുന്നത്. ഭാവിയിലേക്കൊക്കെ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകാൻ പറ്റിയ ആളാണ് ഫട്നാവിസ് തെളിയിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 2017-നേക്കാൾ BJP അതിൻ്റെ നില മെച്ചമാക്കിയിട്ടുണ്ട്. 2015 മുതൽ 2015-18 കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് എല്ലാം നടക്കുമല്ലോ, എല്ലാം കൂടി 15 കോർപ്പറേഷനിലാണ് മുന്നിട്ട് നിന്നത്. അപ്പോൾ സംയുക്ത സേനയ്ക്കൊപ്പം 20 സ്ഥലത്ത് നില മെച്ചമാക്കിയിരുന്നു അന്ന് 2015-18. ഈ മുംബൈ കോർപ്പറേഷനിലെ നില ഇങ്ങനെയാണ്. BJPയും ഷിൻഡെ സേനയും കൂടി 118 സീറ്റ് പിടിച്ചു. 114 മതി ഭൂരിപക്ഷത്തിന്. BJP 89 സീറ്റ്, ഷിൻഡെ സേന 29 സീറ്റ്, NCP 3 സീറ്റ്. ഉദ്ധവ് താക്കറയുടെ പാർട്ടി മോശമല്ല, മൊത്തത്തിൽ തകർന്നില്ല, 65 സീറ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 24 സീറ്റ്. MNS മറ്റേ സേന, നവനിർമ്മാൺ സേന, അത് 6 സീറ്റ്. പിന്നെ ഈ ഇതിലൊരു ഹൈലൈറ്റ് മൊത്തത്തിൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലുള്ളത് ഒവൈസിയുടെ പാർട്ടിയില്ലേ, അവര് ഇരട്ടിയായിട്ടുണ്ട്. അവർക്ക് കിട്ടിയ മൊത്തം സീറ്റുകൾ ഇരട്ടിയായിട്ടുണ്ട്. മറ്റേ ഒവൈസിയുടെ പാർട്ടിക്ക് 8 സീറ്റ് കോർപ്പറേഷനിൽ. മോശമല്ല, ചെറിയ പാർട്ടിയല്ലേ മഹാരാഷ്ട്ര പോലൊരു സ്ഥലത്ത്. NCP ശരത് പവാർ 1 സീറ്റ്. അതായത് ശരത് പവാറിന് മുകളിലായി കഴിഞ്ഞിരിക്കുന്ന ഒവൈസി. അതെ, മുകളിൽ വന്നു. BJPക്ക് ആകെ 7 സീറ്റ് കൂടി. MNSന് 1 സീറ്റ് കുറഞ്ഞു. കോൺഗ്രസിന് 7 സീറ്റ് കുറഞ്ഞു. കോൺഗ്രസിന്റെ ഡെസിമേഷൻ ആണ്, തകർന്ന് തരിപ്പണം ആവുകയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. ജൽന എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗൗരി ലങ്കേഷിന്റെ ഘാതകൻ ശ്രീകാന്ത് പങ്കാർക്കർ ജയിച്ചിട്ടുണ്ട്. 2100 വോട്ടിനോ മറ്റോ ആണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് പങ്കാർക്കർ അവിടെ ജയിച്ചപ്പോൾ ഇവിടുത്തെ മാപ്രകൾ സോഷ്യൽ മീഡിയയൊക്കെ അവിടെ ഷിൻഡെ സേന സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുത്താൻ ഉദ്ദേശിക്കുന്നത് BJP ഷിൻഡെ സേനയുടെ പിന്തുണയോടുകൂടി ഗൗരി ലങ്കേഷിന്റെ ഘാതകൻ ജയിച്ചു എന്ന് വരുത്താൻ ശ്രമിക്കുകയാണ്. അസംബന്ധമാണ്. അവിടെ ഷിൻഡെ സേനയ്ക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നുള്ളത് ശരി, BJP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണ് അവിടെ ഗൗരി ലങ്കേഷിന്റെ BJPക്കൊന്നും അതിലൊരു പങ്കുമില്ലായിരുന്നു എന്ന്. അതായത് ഘാതകർക്ക് വലിയ സാധ്യത ഉണ്ടെന്ന് ഇന്ത്യയിൽ. മാത്രമല്ല അതില് ആ ഗൗരി ലങ്കേഷ് വിധത്തിൽ BJPക്കൊന്നും ഒരു പങ്കില്ല എന്ന് ഗാർഗെ തന്നെ, ഗൗരി ലങ്കേഷ് കന്നഡക്കാരിയല്ലേ, മറ്റേ ഗാർഗെ തന്നെ പറഞ്ഞിരുന്നു. അവിടെ ഷിൻഡെ സേനയ്ക്ക് സ്ഥാനാർത്ഥി ഇല്ല എന്നാണ് ഇവിടെ മാപ്രകൾ പ്രചരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ BJPയുടെ ആളാണ് ഘാതകൻ എന്ന് വരുത്താൻ. അവിടെ BJPക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. BJPയാണ് ഈ ഘാതകൻ തോൽപ്പിച്ചത്. എന്താണ് ഈ ഘാതകന്മാരിങ്ങനെ ജയിക്കുന്നത്? അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഇപ്പോൾ പൻസാരെ, കാൽബുർഗി തുടങ്ങിയ ആളുകളെയൊക്കെ കൊന്നിട്ടുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത്തരത്തിൽ വിലയൊക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. കാരണം നിരീശ്വരവാദികൾ അല്ലേ, ഇങ്ങനെ അനാവശ്യമായി പലയിടത്തും കുഴപ്പങ്ങൾ. ഞാൻ പറയുന്നത് നിരീശ്വരവാദികളായാലും ആരായാലും അവര് മനുഷ്യര്, അവരെ കൊല്ലുന്നു കൊലയാളികൾ. ആ കൊലയാളികൾ കൂട്ടിയുന്ന ഒരു വലിയ വെച്ചാൽ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ഇതിനെ അനുകൂലിക്കുന്നില്ല. പക്ഷെ ഉത്തർപ്രദേശില് ഈ അസംഖാനെ പോലുള്ള ആളുകളൊക്കെ ജയിക്കുന്നില്ലേ, കൊലയാളികളും ക്രിമിനൽമാരും. ബീഹാറില് ജയിലിൽ കിടന്ന ആളുകൾ ജയിക്കുന്നുണ്ട്. മനുഷ്യര് വോട്ടർമാര് ജയിപ്പിക്കുന്നതാണ്. വോട്ടർമാരുടെ മനസ്സും വികാരമാണ്. പിന്നെ മാലേഗാവ് എന്ന് പറഞ്ഞ സ്ഥലം,
മുസ്ലിം ഭൂരിപക്ഷം ഉള്ള സ്ഥലമാണ്. അവിടെ കോൺഗ്രസ് നിരന്തരം ജയിച്ചു പോന്നപ്പോൾ കഴിഞ്ഞ തവണ BJP ജയിച്ചു. കാരണം ലോക്സഭയിൽ കോൺഗ്രസും നിയമസഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ BJP തിരിച്ചു പിടിച്ചു. മാലേഗാവിലെ തെരഞ്ഞെടുപ്പ് തവണ ഭയങ്കര രസമാണ്. അതേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, പ്രധാനപ്പെട്ട പാർട്ടികളല്ല, മറ്റുള്ളവർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ്. 25 സീറ്റ്. BJPക്ക് സഖ്യത്തിന് 21 സീറ്റ്, ഷിൻഡെക്ക് 18 സീറ്റ്, സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റ്, കോൺഗ്രസിന് 3 സീറ്റ്, BJPക്ക് 2 സീറ്റ്, ഒവൈസിക്ക് 21 സീറ്റ്. അതാണ് ആ മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ ഒരു സാധ്യതയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഒവൈസിക്ക് 21 സീറ്റ് കിട്ടി മാലേഗാവില്. മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് മാലേഗാവ് എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ഹൈലൈറ്റുകൾ പ്രത്യേകം ഞാൻ പറയുന്നത്. ആ പങ്കാർക്കർ ജയിച്ചതും ഈ മാലേഗാവിൻ്റെ കാര്യം. അപ്പോൾ മുംബൈ കോർപ്പറേഷനിൽ 227 സീറ്റാണ് ആകെ, അതിൽ 89. BJP 2017 82 ആയിരുന്നു. ഷിൻഡെ സേനയ്ക്ക് 29. അപ്പോൾ 114 മതി അവിടെ ഭൂരിപക്ഷത്തിന്. 118 ഉണ്ട്. അങ്ങനെ മുംബൈ ഭരിക്കാൻ പോകുന്നു ആദ്യമായിട്ട്. 2017 മറ്റേ സേന സ്പ്ലിറ്റ് ചെയ്യുന്നത് 2022 2017 സംയുക്ത സേന ഈ മുംബൈയിൽ അധികാരത്തിൽ വരുമ്പോൾ 84 സീറ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. രാജ് താക്കറേക്ക് 6 സീറ്റ് ഇത്തവണയേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. 29 ഒവൈസി മത്സരിച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ സീറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. 2019 പ്രീ പോൾ അലയൻസ് നേരത്തെ പറഞ്ഞല്ലോ, സേന ചതിച്ചു കളഞ്ഞു. എന്നിട്ട് കോൺഗ്രസും NCP ആയിട്ട് ചേർന്നിട്ട് മഹാവികാസ് അഗാഡി എന്ന് പറഞ്ഞിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ടാണ് അവർ ഭരിച്ചത്. BJPക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നോർത്ത് ഇന്ത്യൻസ്, ഗുജറാത്തികൾ, പിന്നെ മറാത്ത, അതിൻ്റെ അകത്തെ ഒരു വലിയ വിഭാഗം കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെ, അത് ഈ ശിവസേന എന്ന് പറയുന്ന സാധനത്തിന്റെ പതുക്കെ ഒരു ദ്രവിക്കലാണ് അതിനകത്ത് കാണുന്നത്. കാരണം ഈ മറാത്ത പ്രക്ഷോഭമാണ് അവരെ ശരിക്കും രൂപപ്പെടുത്തിയെടുത്തത്. അല്ലെങ്കിൽ മണ്ണിന്റെ മക്കൾ എന്ന് പറയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യക്കാരെ മുഴുവൻ ഈ കല മദ്രാസി അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചു പൊടിച്ചിട്ടൊരു കാലം ഉണ്ടായിരുന്നല്ല. അതിൻ്റെയും കൂടി ഒരു അവസാനമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. കാരണം ഒരു ദേശീയ രീതിയിലേക്ക് അത് തിരിയുന്നു. അതെ, അതേസമയം ഈ എപ്പോഴും മണ്ണിന്റെ മക്കൾ അതൊക്കെ ഉണ്ടെങ്കിലും ഈ താക്കറെ ഉണ്ടല്ലോ, ബാൽ താക്കറേക്ക് അത്യാവശ്യം മലയാളികളുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ അയാൾ ഫ്രീ പ്രസ് ജേർണലിൽ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. ആ സമയത്ത് അയാളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ് TJS ജോർജ്, മലയാറ്റൂർ രാമകൃഷ്ണൻ അവിടെ സബ് എഡിറ്റർ ആയിരുന്നു. ഇവരൊക്കെ തമ്മിൽ വലിയ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം ഇദ്ദേഹം പറയുന്നതൊക്കെ കേട്ട് മലയാളികൾ കൂടെ നീങ്ങിയിരുന്നു. പക്ഷെ തമിഴന്മാര് ഒരുപാട് അടികൊള്ളുകയും ആക്രമണം നേരിടുകയും ഒക്കെ ചെയ്തു. നമ്മളൊരു അധികാരമുള്ള സ്ഥലത്ത് നിൽക്കാനറിയാമല്ലോ. അതിന്റെ ഒരു സൗകര്യമൊക്കെ അന്ന് മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ടെന്നല്ലേ? അതെ അതെ. അപ്പോൾ ഇതില് പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ അമിത്ഷാ പറഞ്ഞിരുന്നത് പോലെ നമ്മുടെ ഒരു നമ്മൾ കപ്പടിക്കണം എന്ന് പറഞ്ഞത് ഫട്നാവിസ് ഏതായാലും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പോ പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, റാലികൾ നടത്തി. സാധാരണ അങ്ങനെ ആരും ചെയ്യില്ലല്ലോ. മോദിയോ ഷായോ ഒന്നും രംഗത്ത് ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും പോയി റാലികളിലൊക്കെ പ്രസംഗിച്ചു. അതായത് ഫട്നാവിസിന്റെ ഒരു വലിയ വിജയം കൂടിയാണ്. വലിയ വിജയമാണ് ഫട്നാവിസിന്റെ. ഒരു കടൽ പോലെ അദ്ദേഹം പറഞ്ഞതുപോലെ വാക്കുപാലിച്ചു, കടലായി മാറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.